നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് വേഗം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു കർത്താവിൻ്റെ വരവാണ്. യേശു കർത്താവിൻ്റെ വരവിൻ്റെ അപ്പോസ്തോലികമായ വീക്ഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗം വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ഏത് കാലഘട്ടങ്ങളെക്കാളും അധികം യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ആൾക്കാർ. കാരണം അതിനെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. യൂട്യൂബിലൊക്കെ ചെന്നാൽ ധാരാളം പ്രസംഗം നമുക്ക് കേൾക്കാം. അതുകൊണ്ട് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുക വലിയൊരു പാണ്ഡിത്യമല്ല ഈ കാലങ്ങളിൽ. ഈ കാലങ്ങളിൽ ആർക്കും പ്രസംഗിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. അതിൻ്റെ മെറ്റീരിയൽസ് എടുക്കാൻ നിങ്ങളുടെ ഫോൺ മാത്രം മതി. എത്ര പ്രസംഗം എടുക്കാൻ നിങ്ങളുടെ ഫോൺ മാത്രം മതി. അതിൻ്റെ നോട്ടുകൾ, അതിൻ്റെ ഗ്രീക്ക്, അതിൻ്റെ ഹീബ്രു, അതിൻ്റെ ഒത്തുവാക്യങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് പ്രസംഗിക്കാതിരിക്കുന്നത്? കാരണം യേശു കർത്താവിൻ്റെ വരവ് അടുത്തു പോയി. സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ വരവിൽ ആൾക്കാർ തള്ളപ്പെടണമെന്ന് സാത്താന് വലിയ ആഗ്രഹമുണ്ട്. ഈ പ്രസംഗം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുങ്ങാനൊക്കൂ. പ്രസംഗം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ വരൂ, അതിനുള്ളൊരു താല്പര്യം നമുക്ക് വരൂ. അല്ലെങ്കിൽ ഒരു കാലത്ത് ന്യൂസിലൻഡിലൊക്കെ പോകാനായിട്ട് വീസ ഒന്നും വേണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും പോകാൻ വീസ വേണ്ടായിരുന്നു. ചെന്നാൽ മതിയായിരുന്നു, കാശ് ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. UK-യിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പാസ്പോർട്ട് ഇല്ലാതെ, വീസ ഇല്ലാതെ, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഇമിഗ്രൻ്റായിട്ട്, മാത്രമല്ല ഒരു വീടും 2 വർഷത്തെ ശാപ്പാടിനുള്ള കാശും കൊടുത്തു പോകാൻ കഴിയും. ഇപ്പോഴും അമേരിക്കയിൽ പോകാൻ കഴിയും, UK പോകാൻ കഴിയും, ന്യൂസിലൻഡിൽ പോകാൻ കഴിയും, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ. പാസ്പോർട്ട് വേണ്ട, വീസ വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ഒരു IELTS വേണ്ട. ഗവൺമെൻറ് വീടും കൊടുക്കും, 2 വർഷത്തേക്കുള്ള ശാപ്പാടും കൊടുക്കും. കൊടുക്കുന്ന വീസ എന്ന് പറയുന്നത് പെർമനൻ്റ് റെസിഡൻസിയാണ്. അതെങ്ങനെയാണെന്നറിയാമോ? റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് പറയും. എവിടെങ്കിലും ഒരു സുവിശേഷ പീഡനമുണ്ടായാൽ അത് മതി പോകാൻ. എത്ര പേർക്കതറിയാം? പക്ഷേ ഗുജറാത്തികൾക്കതറിയാമായിരുന്നു. അവരൊക്കെ അവിടെ കടന്നു ചെന്നു. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ വരവിൽ നമ്മൾ തള്ളപ്പെട്ടു പോയാൽ, നമ്മുടെ വീട്ടിൽ നമ്മളെ തള്ളിയാൽ, നമ്മൾ വേറെ രാജ്യം തന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കാര്യം, നമ്മുടെ സഭയിൽ നമ്മളെ തള്ളിയാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സഭയിൽ പോകും. നമ്മുടെ രാജ്യത്തിൽ തള്ളിയാൽ നമ്മൾ വേറൊരു രാജ്യത്തിൽ പോകും. ഇനി രാജ്യത്തിൽ തന്നെ തള്ളി നമ്മളെ കൊണ്ടുപോയാൽ, ജയിലിൽ കൊണ്ടുപോയാൽ നമ്മൾ ജയിലിൽ പോകും. ഈയിടെ ഒരു മനുഷ്യൻ മോഷ്ടിച്ച് അവൻ ജയിലിൽ പോയതിൻ്റെ കാര്യം പറഞ്ഞു. സുഖമായി ഭക്ഷണം കഴിക്കാമല്ലോ, ശല്യമില്ലാതെ കിടന്നുറങ്ങാമല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ മോഷ്ടിച്ചതെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെയുള്ള വേന്ദ്രന്മാരും ഉണ്ട്. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നല്ല സമയം ഭക്ഷണത്തിന്, മട്ടനുണ്ട് ജയിലിൽ, ഫിഷുണ്ട്, ഇതിനൊക്കെ കണക്കുണ്ട്, അതിനനുസരിച്ച് സുഖമായി ഉറങ്ങാം, കഴിക്കാം. അങ്ങനെ പോകുന്നവരുണ്ട്. ഇതൊന്നും വലിയ കാര്യമല്ല. ഒരു ഭൂകമ്പമുണ്ടായി, ഇവിടെ സ്ഥലം പോയാൽ ദുഃഖമാണെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല. യേശു വന്നാൽ, തള്ളപ്പെട്ടു പോയാൽ പിന്നെ ഒരു നരകം മാത്രമേ ഉള്ളൂ. സ്തോത്രം. യേശുവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോയാൽ നമുക്ക് പിന്നൊരു നരകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ വരവിൽ പോകണം. സ്തോത്രം. അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, തള്ളപ്പെടും. ആ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം പെടുവാൻ പാടില്ല. അതുകൊണ്ട് യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം, പ്രസംഗങ്ങൾ കേൾക്കണം, ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കണം. ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് കൂടുതലും
കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായതുകൊണ്ട് അപ്പോസ്തോലികമായിട്ടുള്ള വീക്ഷണഗതിയിൽ യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യം. ദയവായിട്ടിത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇത് നിങ്ങൾ മറക്കരുത്, ഇത് നിങ്ങൾ എഴുതിയിടണം, ഇത് നിങ്ങൾ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. മറ്റു വാക്യങ്ങൾ ദൈവമക്കൾ വായിച്ചെന്നെ സഹായിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ആ വാക്യം കേട്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, അവിടെ പരീക്ഷയുണ്ട്, അഗ്നിശോധനയുണ്ട്. ആ അഗ്നിശോധനയിടയിൽ ഒരു അപൂർവ കാര്യവുമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കാത്ത ഒരു അപൂർവ കാര്യം. പരീക്ഷയുണ്ട്, അഗ്നിപരീക്ഷയാണത്. അതിനിടയ്ക്ക് ഒരു അപൂർവ കാര്യം കൂടി വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വരുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകരുത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ? എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ? മദ്യപിക്കുന്നവർക്കില്ലല്ലോ, പുകവലിക്കുന്നവർക്കില്ലല്ലോ, കള്ളന്മാർക്കില്ലല്ലോ, വഴക്കാളികൾക്കില്ലല്ലോ. ദൈവത്തെ വിളിക്കുന്ന എനിക്ക് മാത്രം എന്തുകൊണ്ടിത്? ഈ ശോധന, ഈ അഗ്നിശോധന, ഈ പരീക്ഷ, ഈ അപൂർവ കാര്യം, അതിൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. ഒരു കാര്യം ഓർക്കണം, പരീക്ഷ ഹാളിൽ അധ്യാപകൻ നിശബ്ദനാണ്. പരീക്ഷ ഹാളിൽ നീ കയറിയാൽ അധ്യാപകൻ നിശബ്ദനാണ്. ക്ലാസ് മുറിയിൽ ലെക്ചർ ചെയ്ത അധ്യാപകൻ, നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകൻ കഠിനമായ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നിശബ്ദനാണ്. കാരണം നാം തനിയെ എഴുതേണ്ടതാണ് ആ പരീക്ഷ. സ്തോത്രം, 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 സ്തോത്രം. അപൂർവ കാര്യമാണ്, അഗ്നിശോധനയാണ്. ഇത് ദൈവമക്കൾക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. എന്നിട്ട് പത്രോസ് പറയുകയാണ്, ഈ പരീക്ഷയും ഈ അഗ്നിശോധനയും ഈ അപൂർവ കാര്യവും നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കുള്ളവരായി തീരുകയാണ്. അതിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഈ വാക്യം മനസ്സിലാക്കണമെങ്കിൽ പത്രോസിന്റെ കാലത്തെ സഭായോഗം എൻ്റെ ഭാവനയിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. ആ കാലങ്ങളിലുള്ള ആരാധന ചിലപ്പോൾ ഗുഹയിലായിരിക്കും, ചിലപ്പോൾ വീടുകളിലായിരിക്കും, ചിലപ്പോൾ മണലാരണ്യങ്ങളിലായിരിക്കും. റോമൻ ഗവൺമെന്റ് ആരാധന നിരോധിച്ചിരുന്നത് കൊണ്ട് മത്സ്യത്തിൻ്റെ ഒരു ചിഹ്നം വരച്ചിരിക്കും. ആ ചിഹ്നം നോക്കി വേണം ആരാധന സ്ഥലം കണ്ടെത്താൻ. നോട്ടീസോ വാൾ പോസ്റ്റോ അനൗൺസ്മെന്റോ ഒന്നുമില്ല. അങ്ങനെ ആൾക്കാർ ഒന്നിച്ചു കൂടുകയാണ്, ഒരു സഭായോഗം നടക്കുകയാണ്. പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, ദൈവമക്കളുണ്ട്. അഗ്നി ഇറങ്ങുന്ന ആരാധന, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അവിടെ സാക്ഷ്യത്തിനു വേണ്ടി ഒരു സമയം അനുവദിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരി, ഒരു 23 വയസ്സ് കാണും. അവളൊരു ചെറിയ പുഞ്ചിരിയോടുകൂടെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വെഡിങ് ആയിരുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം വന്നു, വളരെ അനുഗ്രഹമായിരുന്നു. നല്ലൊരു ഭർത്താവിനെ എനിക്ക് നൽകി. അപ്പോൾ ചില സഹോദരിമാർ ഭർത്താവിനെ നോക്കിയിട്ട് കാണുന്നില്ല. നല്ലൊരു ഭർത്താവിനെ എനിക്ക് ദൈവം നൽകി.
അദ്ദേഹം റോമൻ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗവൺമെന്റിന് മനസ്സിലായത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശുവിനെ തള്ളിപ്പറയരുതെന്ന്. അദ്ദേഹത്തെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. ക്രിസ്ത്യാനിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ചക്രവർത്തിയെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ പ്രമോഷൻ നൽകാമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശുവിനെ തള്ളുവാൻ എൻ്റെ ഭർത്താവ് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കരുതേ. അദ്ദേഹം തള്ളി. യേശുവിനെയല്ല, അവർ വെച്ച് നീട്ടിയ ആ വാഗ്ദത്തത്തെ. പിന്നെ വധശിക്ഷയായിരുന്നു. വധശിക്ഷ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടപ്പാക്കിയത്. കൊലോസ്യത്തിലായിരുന്നു. സിംഹത്തിൻ്റെ മുൻപിൽ വലിച്ചെറിയുകയായിരുന്നു. വേറെ ചിലർ കൂടി ഉണ്ടായിരുന്നു. ഞാനും കാണാൻ പോയിരുന്നു. അവിടെ വെച്ചും എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, യേശുവിനെ തള്ളിപ്പറയാമോ? നിനക്ക് ഈ ഗവൺമെന്റിൽ ഉയർന്ന ജോലിയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു താൽക്കാലികമായ ഒരു ജോലിക്ക് വേണ്ടി യേശുവിനെ എൻ്റെ ഭർത്താവ് തള്ളിപ്പറയരുതേ എന്ന്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറഞ്ഞപ്പോൾ, ഞാൻ യേശുവിനെ തള്ളുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. നല്ലൊരു ഭർത്താവിനെയാണ് ദൈവം എനിക്ക് നൽകിയത്. പിന്നെ കണ്ടത് അല്പം ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ഭർത്താവിനെ ഒരു സിംഹം കടിച്ചു കീറി വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. എനിക്കറിയാം എൻ്റെ കർത്താവ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധിക്കാമെന്ന്. അവൾ അവിടെ ഇരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, സഹോദരി, മകളെ, നിന്റെ അഗ്നി പരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം, മറ്റു പലർക്കും സംഭവിക്കാത്തത് നിനക്ക് സംഭവിച്ചു. നീ അതിശയിച്ചു പോകരുത് കേട്ടോ. നമ്മുടെ കർത്താവ് വരുമ്പോൾ നിന്റെ ഭർത്താവ് ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നിന്റെ ഭർത്താവ് തേജസ്സോടുണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നിനക്കും അവനോടൊപ്പം ആനന്ദിക്കാനായിട്ട് കഴിയും. അടുത്തത് ഒരു അമ്മച്ചിയുടെ സാക്ഷ്യമായിരുന്നു. ഒലുമലയുടെ കിഴക്കേ ചെരുവിലായിരുന്നു അവരുടെ വീട്. അവർക്ക് ഒലുതോട്ടവും മുന്തിരിത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. കുതിരകളും കുതിരാലയങ്ങളും കുതിരവണ്ടികളും അവർക്കുണ്ടായിരുന്നു. അവരുടെ മകന് രത്നക്കടയുണ്ടായിരുന്നു. ഈ അമ്മ മാത്രമേ ക്രിസ്ത്യ വിശ്വാസത്തിൽ വന്നിരുന്നുള്ളൂ. അന്നത്തെ യഹൂദ മതത്തിന് മറ്റു മതവിശ്വാസം കൈക്കൊണ്ടാൽ അറസ്റ്റ് ചെയ്യാനും വേണമെങ്കിൽ വധശിക്ഷ നടത്താനും അവരുടെ മുതലുകൾ കണ്ടുകെട്ടാനും അധികാരമുണ്ടായിരുന്നു. വധശിക്ഷ നടത്തണമെങ്കിൽ റോമൻ ഗവൺമെന്റിന് കൺസെന്റ് വേണമെന്ന് മാത്രം. ഒരു വീടും സ്ഥലങ്ങളും ഒക്കെ കണ്ടുകെട്ടുന്നതിന് ആരുടെ അനുവാദം വേണ്ട. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. മക്കളൊക്കെ ഉണ്ട്, കുതിരകൾ, കുതിരാലയങ്ങൾ, കടകൾ, ഇതിൻ്റെ കണക്കുകൾ, തോട്ടങ്ങൾ. പ്രാർത്ഥിക്കാനൊന്നും സമയമില്ലായിരുന്നു അധികം. ഇപ്പോൾ ഇഷ്ടം പോലെ സമയമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കയ്യാഫ മഹാപുരോഹിതൻ ഒരാളെ വിട്ടു അങ്ങോട്ട് വരണമെന്ന്. ഞാൻ ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ 72 അണ്ണന്മാരിരിക്കുകയാണ്. അവർ ചോദിച്ചു, നീ ഈ അടുത്ത സമയമായിട്ട് ആ നസ്രയ മാർഗത്തിലാണെന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ, ഞാൻ 6 മാസമായിട്ട് നസ്രയനായ യേശുവിലെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ഞെട്ടിപ്പോയി എന്നെ ധൈര്യം കണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, എന്താണ് നിന്റെ പ്ലാൻ എന്താ? യേശുവിന് വേണ്ടി ജീവിക്കുകയാണ് പ്ലാൻ. നിങ്ങളും കൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവരെ വിധി അന്നേരം തന്നെ കൽപ്പിച്ചു. അവരുടെ കടകളും എല്ലാം മതത്തിലേക്ക് കണ്ടുകിട്ടി. ഇപ്പം ഞങ്ങൾക്കൊന്നുമില്ല, വധശിക്ഷയൊന്നും നടപ്പാക്കിയില്ല. ഇനി എന്നാണ് കല്ലെറിഞ്ഞ് കൊല്ലുന്നെന്ന് അറിയത്തില്ല. ഏതായാലും പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, യോഗത്തിന് നേരെ വരാൻ സമയമുണ്ട്, ഈ കർത്താവിനെ തള്ളിപ്പറയാൻ ഇടയായതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറയും,
സഹോദരി, നിനക്കറിയാമോ, ഈ തോട്ടങ്ങളും ഇതെല്ലാം നിന്റെ ആണെങ്കിലും നീ മരിച്ചു കഴിയുമ്പോഴേ അത് വല്ലതും നിനക്ക് തരുമോ? രത്നക്കടയെന്ന് രത്നം തന്നു വിടുമോ? ഒലിവ് തോട്ടം തന്നു വിടുമോ? ഒന്നും തന്നു വിടുകയല്ല. അപ്പം മരണം വരെ ഇതുള്ളൂ. എന്നാൽ യേശുവിന് വേണ്ടി സമ്പത്തുകളുടെ അപകാരം നീ സന്തോഷത്തോട് സഹിച്ചതുകൊണ്ട് കർത്താവ് വരുമ്പോൾ ഒലുമലയുടെ കിഴക്കേ ചെരുവിലുള്ള 5 ഏക്കറല്ല, ഈ ഭൂമി മുഴുവൻ നിന്റെ സ്വന്തമായി തീരുകയാണ്. അതൊരു വർഷത്തേക്കല്ല, 1000 വർഷം. അതുകൊണ്ട് സഹോദരി, നിന്റെ അഗ്നി പരിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം നിനക്ക് സംഭവിച്ചു എന്നോർത്ത് നീ അതിശയിക്കേണ്ട. കർത്താവ് വരുമ്പോൾ നിനക്ക് തുള്ളിച്ചാടുവാനായിട്ടിടയാകും. അക്കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തമായി ശക്തമായി. സമ്പത്തുകളുടെ അപകാരത്തെ സന്തോഷത്തോട് സഹിക്കുന്നവൻ മടയനല്ല. യേശുവിന് വേണ്ടി ചിലവ് നഷ്ടപ്പെടുത്തുന്നവൻ മടയനല്ല. അവന് സന്തോഷിക്കുവാൻ കാരണമായി തീരും. അപ്പോസ്തലന്മാരാരെയും ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ നിരത്തി കാണിച്ചുകൊണ്ടായിരുന്നില്ല. ക്രൂശിനെ കാണിച്ചുകൊണ്ടും യേശുവിന്റെ വരവിനെ കാണിച്ചുകൊണ്ടുമാണ് ആ പീഡയിലൂടെ കടന്നുപോയ ദൈവമക്കളെ പിടിച്ചു നിർത്തിയത്. ഈ കാലഘട്ടങ്ങളിലും അത് അനിവാര്യമാണ്. അപ്പോസ്തലിക വീക്ഷണത്തിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ വീക്ഷണം നമുക്ക് നോക്കാം. ഭാഗം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ കൊള്ളാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. മകളെ, പുതിയ നിയമത്തിലാണ്. പുതിയ നോക്കൂ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാനെന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അത് ഇനിയും കുഞ്ഞുങ്ങളെ, യേശുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം ലജ്ജിച്ചു പോകാതിരിപ്പാൻ അവനിൽ വസിപ്പീൻ. നമ്മളിവിടെ കേട്ടത് യേശു കർത്താവ് വരുമ്പോൾ നമ്മുടെ ലജ്ജ മാറും, നമ്മുടെ ദുഃഖം മാറും, നമ്മുടെ വേദന മാറും, നമ്മൾ തുള്ളിച്ചാടും, നമ്മൾ ആനന്ദിക്കും, നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. അതെല്ലാം ഒരു സത്യം തന്നെ. എന്നാൽ യോഹന്നാൻ പറയുകയാണ്, ഇനിയും കുഞ്ഞുങ്ങളെ, അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നാം ലജ്ജിച്ചു പോകാതിരിപ്പാൻ യേശുവിൽ വസിപ്പീൻ. അപ്പോൾ കർത്താവിന്റെ വരവിൽ ലജ്ജിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഈ യോഹന്നാൻ തന്നെ വെളിപ്പാട് പുസ്തകം 16:15 പറഞ്ഞിരിക്കുന്നത്, യേശു നേരിട്ട് പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. യേശു പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. തന്റെ നഗ്നത വെളിപ്പെടാതിരിപ്പാൻ, താൻ ലജ്ജിച്ചു പോകാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്നറിയാമോ? ഈ യോഹന്നാൻ ഈ 2 വാക്യങ്ങൾ, അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നാം ലജ്ജിച്ചു പോകാതിരിപ്പാൻ, നഗ്നനായി നടക്കാതിരിപ്പാൻ എന്നീ പറയുന്ന 2 വാക്കിനും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് ഏദൻ തോട്ടത്തിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങളെ ഒരു നിമിഷം ഞാൻ ഏദൻ തോട്ടത്തിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. ആ കിഴക്കുള്ള ഏദൻ തോട്ടം, അവിടെ ദൈവം ആദാമിനെ കൊണ്ടാക്കുന്നു. മനോഹരമായ വൃക്ഷലതാദികൾ, ഒരു നദി ഇങ്ങനെ 4 ശാഖയായിട്ട് ഒഴുകുന്നു.
മയിലും കുയിലുമൊക്കെ ഉണ്ട്. പച്ചപ്പട്ടു വിരിച്ചതുപോലെ, മുള്ളോ പറക്കാരെ ഒന്നും തന്നില്ല. ആ കാറ്റിന് തന്നെ ഒരു സുഗന്ധം. അതൊരു മന്ദമാരുതനാണ്. വെള്ളം സ്ഫടിക തുല്യമായിട്ട് ശാന്തമായി ഒഴുകുകയാണ്. ആദാമിൻ്റെ നിഴലിൽ നന്നായിട്ട് കാണാം. അവന് ദൈവം ഒരു ഭാര്യയെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഹവ്വ. അവരെ ദൈവം അവിടെ കൊണ്ടുപോയി ആക്കി. ഇപ്പോൾ എൻവയറമെന്റലിന് വേണ്ടിയുള്ള മുറവിളികളാണ്. ശ്വാസം മുട്ടുകയാണ് ന്യൂഡൽഹി. അതിനെക്കുറിച്ചുള്ള മുറവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദൈവം മനുഷ്യനെ കൊണ്ടാക്കിയത് ഒരു ഗാർഡനിലായിരുന്നു. ആ ദൈവിക പ്രമാണത്തിൽ നിന്ന് മനുഷ്യൻ മാറുമ്പോൾ അതിൻ്റെ പരാജയങ്ങളുണ്ടാകും. നല്ല ഓക്സിജൻ നൽകുന്ന നല്ലൊരു എൻവയറമെൻറ്റിൽ, ഒരു പട്ടണത്തിലല്ല ദൈവം മനുഷ്യനെ കൊണ്ടുപോയി ആക്കിയത്. നല്ലൊരു തോട്ടത്തിലാണ് ദൈവം കൊണ്ടുപോയി ആക്കിയത്. അവന് ഭക്ഷിക്കാൻ കൊടുത്ത ഭക്ഷണം, അവൻ ശ്വസിച്ച വായു, അവൻ കുടിച്ച വെള്ളം, ഇതെല്ലാം എപ്പോഴും അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏതൊരു കാലഘട്ടത്തിലും ആരോഗ്യപരമായ ഒരു ജനവാസ കേന്ദ്രമായി മാറും. അതിനപ്പുറമായൊന്നും ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെയും കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം വെയിലാറുന്ന സമയത്ത് തൻ്റെ സൃഷ്ടികളെ കാണാനായി വരും. വെയിലാറുന്ന സമയം എന്ന് പറയുമ്പോൾ ദൈവത്തിന് തലവേദന ഉണ്ടാകും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ആദാമിൻ്റെ സമയത്തിന്, ഭൂമിയുടെ ടൈമിൽ ഒരു 5-6 മണിയാകുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സിംഹാസനത്തിൽ ആരൂഢനാണ്. അവിടെ 4 ജീവികൾ. ആ ജീവികൾ കാളയുടെ രൂപത്തിൽ, കഴുകൻ്റെ രൂപത്തിൽ ഒക്കെയുള്ള കെരൂബുകൾ അവിടെയുണ്ട്. 6 ചിറകുകളുള്ള സറാഫുകൾ അവിടെയുണ്ട്. കോടാനകോടി മാലാകമാർ അവിടെയുണ്ട്. സ്വർഗീയ ആരാധന അനുസൃതമായി അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്ക്. പക്ഷേ ഭൂമിയിൽ ഒരു 6-7 മണിയാകുമ്പോൾ സൂര്യൻ ആ പടിഞ്ഞാറേ ചക്രവാളത്തിൽ മറയാന്നതിന് മുൻപായിട്ട് ദൈവത്തിൻ്റെ ശ്രദ്ധ ഭൂമിയിലേക്കാകും. ഗബ്രിയേലിനൊരു സംശയം, മീകായേലിനൊരു സംശയം, എന്താ ദൈവം ഞങ്ങളുടെ ആരാധനയൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ദൈവം പിന്നെ നേരെ ഭൂമിയിലേക്ക് വരികയാണ്. ദൈവം ഇങ്ങനെ ആ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത് ആ യൂഫ്രട്ടീസിന്റെ തീരങ്ങളിലൂടെ, ആ നദിയുടെ തീരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്ന ആ കാൽപ്പെരുമാറ്റ ശബ്ദം, നല്ല കേൾവിശക്തിയാണ് രണ്ടുപേർക്കും. ഇയർ ബാലൻസിങ്ങിനൊന്നും പ്രശ്നമില്ല. ഭാര്യയും ഭർത്താവും കൂടി ഓടും. എൻ്റെ ഭാവനയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ മിഥുനങ്ങൾ നടക്കുമ്പോൾ ആ സ്ഫടിക തുല്യമായ ജലഗണങ്ങളിൽ അവരുടെ രൂപം കാണുവാൻ കഴിയുമായിരുന്നു. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദാമിന് ഒത്തിരി കാര്യം ചോദിക്കാനുണ്ട്, ഹവ്വായ്ക്ക് ചോദിക്കാനുണ്ട്. സ്വർഗം എങ്ങനെ ഇരിക്കും, ഇവിടുത്തെ ആരാധന എങ്ങനെ ഇരിക്കും, ഈ കെരൂബുകളുടെയൊക്കെ വലുപ്പം എന്താണ് അവരുടെ മുഖം ഇങ്ങനെ കാളയെ പോലെ ഇരിക്കുന്നത്, ഈ സറാഫുകൾക്ക് എന്തിനാണ് ഈ 6 ചിറക്, ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകാൻ എത്ര മൈലുണ്ട്, എങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കുറെ കഴിയുമ്പോൾ ദൈവം പറയും, മകളെ പോകാൻ സമയമായി. ഹവ്വ കയറി കയ്യെ പിടിക്കും, ഇപ്പം പോകണ്ട പക്ഷെ നാളെ വരാം. കർത്താവ് പോയ പോക്കിൽ കർത്താവ് പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ തോട്ടം കാത്തോണം. അതൊന്നും അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല എന്നെനിക്ക് തോന്നുന്നു. തോട്ടം കാത്തോണം. ആരാണ് ഈ തോട്ടത്തിലോട്ട് ഇപ്പം കയറി വരാൻ? ഞങ്ങളല്ലാതെ. പക്ഷെ ദൈവം പറഞ്ഞു, മക്കളെ തോട്ടം കാത്തോണം, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ തോട്ടം നിങ്ങൾ കാത്തോണം. ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചു, ചിലപ്പം വീഴാനുള്ള സാധ്യത ഇല്ല, മിടിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കയറാനും അറിയാം, ഇറങ്ങാനും അറിയാം. അവൾ കളിച്ചോട്ടെ, നിങ്ങൾ ആരും അങ്ങോട്ട് നോക്കണ്ട. ഒരു ദിവസം ഇതിൻ്റെ ഒന്നും അർത്ഥം അവർക്ക് മനസ്സിലായില്ല. നമുക്കും അങ്ങനെയാണ്, പല കാര്യം നമുക്ക് മനസ്സിലാകുകയില്ല, ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുകയില്ല. ഒരു ദിവസം സാത്താൻ ആ തോട്ടത്തിലേക്ക് വരികയാണ്. സാത്താൻ ഹവ്വായത്തെ ഉപായത്തിൽ ചതിച്ചുവെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ ഉപായം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. എനിക്ക് മനസ്സിലായ ഒരു ചിന്ത മാത്രം ഞാൻ പറയാം. ഹവ്വായുടെ അടുത്തേക്ക് ഇവൻ വലിയ പരവേഷത്തിൽ ഏതോ അങ്ങ് ലഡാക്കിൽ നിന്ന് വന്നതുപോലെ, എന്തോ വലിയ അത്യാവശ്യത്തിന് ക്ഷണിച്ചതുപോലെ ഇദ്ദേഹം ഓടി വന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ ഒത്തില്ല, ഭയങ്കര തിരക്കായിപ്പോയി.
നിങ്ങളുടെ ഹൗസ് വാമിങ്ങിനും വരാനൊത്തില്ല, ഭയങ്കര തിരക്കായിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. ഔവ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇതാരാണ് ഇത്ര പരിചയം? നീ അച്ചായൻ്റെ ബന്ധുക്കാരനോ വല്ലോ ആയിരിക്കും, അറിയത്തില്ല, കുടുംബം മുഴുവൻ അറിയത്തില്ലല്ലോ. എന്തോ ഇത്ര വലിയ ക്ഷീണം എനിക്കോ? എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവ് പോലും ഇതുവരും പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും ഓർത്തോണം, ഭർത്താവിനേക്കാൾ വലിയ കൂടുതൽ സ്നേഹം നടുവേദനയെക്കുറിച്ച് ചോദിക്കുന്നവനെയല്ല, സംശയിച്ചോണം. ചില സഹോദരന്മാർക്ക് അവരുടെ ഭാര്യ ഇങ്ങനെ രോഗിയായി കിടന്നാലും ചോദിക്കുകയല്ല, എന്നാലും കുഞ്ഞമ്മയുടെ നടുവേദനയെക്കുറിച്ച് വലിയ ഭാരമാണ്. അവരെല്ലാം സൂക്ഷിച്ചോണം. എന്താ ഇത്ര ക്ഷീണം? ഭയങ്കര ക്ഷീണമുണ്ടോ? അത് കണ്ണിന് പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. കണ്ണിന് പ്രശ്നമുണ്ട്, ബുദ്ധിക്കും പ്രശ്നമുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, പഴവർഗ്ഗങ്ങൾ കഴിക്കണം. ആണുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിക്കും. നിങ്ങളൊക്കെ എപ്പോഴും ഇവിടെ തന്നെയാ, സഞ്ചാരമൊന്നുമില്ല. ഇതെല്ലാം പഴം ഇവിടെ ഉണ്ട്. ഇവിടെ ആപ്പിളുണ്ട്, കോവയ്ക്ക ഉണ്ട്, പാവയ്ക്ക ഉണ്ട്, പിന്നെ എന്നൊക്കെ ഉണ്ട്, കിവിയുണ്ട്, എല്ലാ ഫ്രൂട്ട്സും എല്ലാം ഉള്ള. അതെല്ലാം കഴിക്കണം. അപ്പോഴാണ് നമ്മുടെ കണ്ണിന് പ്രയാസങ്ങൾക്കായാലും എല്ലാം നല്ല ആരോഗ്യമാകും, നല്ല നിറമാകും, ബുദ്ധി ഉണ്ടാകും. അതൊക്കെ കഴിക്കണം. അതിനാണ് ദൈവം ഇതെല്ലാം നൽകിയിരിക്കുന്നത്. എൻ്റെ പുള്ളി ഒന്ന് ആലോചിച്ചിട്ട് പറയുക, അല്ല ഞാനിതൊക്കെ പറഞ്ഞാലും സിസ്റ്ററിന് ഈ ആപ്പിൾ മരത്തേലും ഈ കിവി മരത്തേലും ഒക്കെ ഇതിനകത്തേക്ക് ഈ കയറാൻ നോക്കുമോ? ഇന്നത്തെ പെണ്ണുങ്ങളെ പോലല്ല, പണ്ടത്തെ പെണ്ണുങ്ങൾ ആരും മരത്തെ കയറുകയില്ല. അപ്പോൾ അവനൊന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പേടിക്കണ്ട, എല്ലാ വിറ്റമിനുമുള്ള ഒരു പഴം ഇവിടെ ഉണ്ട്. ആരോടും പറയരുത്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, അത് തരാം. ഇത് കഴിച്ചാൽ ബുദ്ധി വർദ്ധിക്കും, ഇത് കഴിച്ചാൽ കണ്ണ് തെളിയും, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും. അയ്യോ എൻ്റെ ദൈവമേ, ദൈവത്തെ പോലെ ആയില്ലെങ്കിലും ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ മധ്യത്തിൽ ഇങ്ങനൊരു പഴവും കൂടെ കൊടുത്താൽ അവർ തടിയും കൂടെ തിന്ന് കളയും. അപ്പം ദൈവത്തെ പോലെ ആകാം. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതുമായ ഫലവൃക്ഷം, ആ വിലക്കപ്പെട്ട കനി ഹൗവ കഴിക്കുകയാണ്. നമ്മളിങ്ങനെ വായിച്ചു, അവൾ കഴിച്ചു, ഭർത്താവിനും കൊടുത്തു. അതുവരെ അച്ചായൻ വന്നിട്ടേ കഴിക്കത്തുള്ളായിരുന്നു. എത്ര താമസിച്ചാലും ഒന്നിച്ചേ കഴിക്കൂ. ഈ പുതിയ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞ മുതൽ ഞാൻ കഴിച്ചിട്ട് ബാക്കി അച്ചായൻ കഴിച്ചാൽ മതി എന്നുള്ള നിലയിൽ എത്തി. അങ്ങനെ അച്ചായനും അമ്മാമ്മയും ഇത് കഴിച്ചപ്പോൾ അമ്മാമ്മ പറഞ്ഞു, അച്ചായ എന്തോ പോകുന്നത്? അച്ചായൻ്റെ കോട്ടാണല്ലോ പോകുന്നത്. ഇനി നിൻ്റെയും പോയി, രണ്ടുപേരുടെയും കോട്ട് പോയി. അപ്പോഴത്തേക്ക് സമയം 4-5 മണിയായി. ആദാമിന് പരിവേഷം തുടങ്ങി. ദൈവം വരാറായി. താൻ നഗ്നനായി. ദൈവം കൊടുത്ത വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. തൻ്റെ ഹൃദയം ഇങ്ങനെ പടപടാന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവ്വ പറഞ്ഞു, അച്ഛാ പോയത് പോയി, ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. അച്ഛൻ ഇങ്ങനെ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല, ഇനി നിൽക്കാൻ പഠിക്കുക എന്നുള്ള. എന്ത് ചെയ്യും പെണ്ണേ, ഇനി പരിപാടിയുണ്ട്. അച്ഛൻ ചെന്ന അത്തി ഇല കുറച്ച് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ ഇല ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ്സാണ് ധാന്യങ്ങളുള്ളത്. അതിന് MD ഒക്കെ ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. ഈ ഗൾഫിലൊക്കെ അയക്കാൻ ഇലയുടെ തന്നെ കമ്പനിയുണ്ട്, അതിൻ്റെ മാനേജിങ് ഡയറക്ടറും ഒക്കെ ഉണ്ട് അതിന്. അപ്പം അച്ചായൻ ഇല പറിച്ചുകൊണ്ട് വന്നു. നല്ല വീതിയുള്ള ഇലയാണ്. അപ്പം ആ ഇല പറിച്ച് നമ്മുടെ അമ്മമ്മ 2 നൈറ്റി ഉണ്ടാക്കി അച്ചായനും കൊടുത്തു, അമ്മമ്മയെ ഇട്ടു. നല്ലൊരു തണുപ്പും നല്ല ഈ എൻവയറമെൻ്റലായിട്ടുള്ള അവാർഡ് കൊടുക്കേണ്ടതാണ്. പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുന്നില്ല. ശരീരത്തിന് തണുപ്പ്, കണ്ണിന് പച്ച നിറം, പ്രകൃതിക്ക് യാതൊരു ദോഷവും വരാത്ത കാര്യം. അപ്പോൾ അവ പറഞ്ഞു, എടി നീ ഇതെവിടെ പോയി പഠിച്ച് ഈ തയ്യലൊക്കെ? അതൊക്കെ എനിക്കറിയാം അച്ചായെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഈ സമയം സന്ധ്യ എന്നൊക്കെ പറഞ്ഞാലും ചൂടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിങ്ങനെ ചുരുണ്ട് കയറാനായി തുടങ്ങി. ഈ നൈറ്റി ഇലയായുണ്ട്. ഇന്നത്തെ പുള്ളികളായിരുന്നെങ്കിൽ സെൽഫി എടുത്തിട്ട്
ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നേനെ. എന്നാൽ അവർക്ക് കുറേ കൂടെ മാന്യതയുണ്ടായിരുന്നുകൊണ്ട് 2 ഓടി ഒരു മരത്തിൻ്റെ ചുവട്. ദൈവം വരിക, കർത്താവിൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കുക. തലേ ദിവസം കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നവർ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നവർ, ആ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്നവർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ വരരുതേ. കാത് പറയുകയാണ്, ആ ശബ്ദം കേൾക്കരുതേ. ആ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവർ ഓടുകയാണ്, ഓടി ഒളിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു അന്ന് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന യഹോവയായ ദൈവം തന്നെയാണ് ആ യേശു പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. അന്ന് നീ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അന്ന് നീ നഗ്നനാകാതിരിക്കേണ്ടതിന് നിന്റെ ഉടുപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഈ വചനം കേട്ട യോഹന്നാൻ പറയുകയാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് സഹോദരിമാരെ, അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് വരുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ അവനിൽ വസിപ്പീൻ. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ ബാധ്യസ്ഥനാണ്. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ പോകുകയില്ല. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആകർഷിക്കുന്ന പലതും നമ്മുടെ മുൻപിൽ വരും. അത് കൈനീട്ടി പിടിക്കുവാൻ, കൈനീട്ടി വാങ്ങിക്കുവാൻ നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കപ്പെടും. നമ്മൾ അങ്ങനെയുള്ളൊരു ശരീരത്തിൽ വസിക്കുന്നവരാണ്. എന്നാൽ ഇത് ചതിവാണെന്ന് മനസ്സിലാക്കി, ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി, ഇതെൻ്റെ കർത്താവിൻ്റെ വരവിൽ എന്നെ തള്ളിക്കളയുവാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കി, നമ്മുടെ ഉടുപ്പ് നഷ്ടപ്പെടാതെ, കറ പറ്റാതെ, കളങ്കം പറ്റാതെ കാക്കേണം. ഇതിനോടുള്ള ബന്ധത്തിൽ മത്തായി 22 ഈ കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ട ഈ വിഷയങ്ങൾക്കെല്ലാം പ്രൊഫറ്റിക്കലായിട്ടുള്ള പ്രത്യേക അർത്ഥമുണ്ട്. കല്യാണ വിരുന്നിനാണോ നമ്മൾ പോകുന്നത്? നമ്മൾ മണവാട്ടിയല്ലേ. എന്നാൽ ഈ ഉപമകൾക്കെല്ലാം അതിൻ്റെ ഒരു കോറായിട്ട്, അതിൻ്റെ ആഴമായിട്ടൊരർത്ഥമുണ്ടാകും. അതെല്ലാം കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങുക എന്നുള്ളതാണ്. കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുകയാണ്. അവിടെ കല്യാണ വസ്ത്രം എന്ന് പറയുമ്പോൾ അവന് വസ്ത്രമില്ലായിരുന്നു എന്ന് ഓർക്കരുത്, അവന് വസ്ത്രമുണ്ട്. അവിടെ ഈ കോളേജ് ഗ്രാജുവേഷനൊക്കെ കൊടുക്കുന്ന ഗൗണ് പോലെ രാജാവ് കൊടുക്കുന്ന ഒരു ഗൗണാണത്. അത് ഫ്രീ ആണ്. അതവൻ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ ക്ഷണിക്കപ്പെട്ടത് കൊണ്ടോ അവൻ വിരുന്നുശാലയിൽ പ്രവേശിച്ചത് കൊണ്ടോ അവൻ അംഗീകരിക്കപ്പെടുകയല്ല. കറയും വാട്ടവും മാലിന്യവുമില്ലാത്ത കന്യക എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കിയവർ ഭാഗ്യവാന്മാർ എന്ന വചനത്തിനൊക്കെ ആഴമേറിയ അർത്ഥങ്ങളാണ്. ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടോ? കറകളുണ്ടോ? കളങ്കങ്ങളുണ്ടോ? കാണാൻ ഭംഗിയുള്ളതിൻ്റെ പുറകെ, തിന്മാൻ രുചിയുള്ളതിൻ്റെ പുറകെ, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണെന്ന് പറഞ്ഞ് പോയി വസ്ത്രം നഷ്ടപ്പെടുത്തിയോ? അതിൽ കറ പിടിപ്പിച്ചോ? കളങ്കമുണ്ടോ? വാട്ടമുണ്ടോ? യേശു വരാറായി. എന്നാൽ ഈ കൃപായുഗത്തിൽ അവൻ ഇതുവരെയും വരാത്തത് കൊണ്ട്, അവൻ കരുണയുള്ളവനായതുകൊണ്ട്, മുടിയൻ പുത്രൻ എത്ര അകന്നു പോയാലും, അവൻ വേശ്യമാരോടുകൂടി പാർത്താലും, അവൻ കുടിയനായി തീർന്നാലും, അവൻ മടങ്ങി വന്നാൽ അവന് നഷ്ടപ്പെട്ട വസ്ത്രത്തിന് പകരം പുതിയ അങ്കി കൊടുക്കുന്ന ഒരു പിതാവുണ്ട്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. മടങ്ങി വരുവാൻ അവനൊരു മനസ്സുണ്ടെങ്കിൽ
തെറ്റുകൾ മനസ്സിലാക്കിയാൽ, അപ്പാ നിന്നോട് ഞാൻ പാപം ചെയ്തു, അപ്പാ നിന്നോട് ഞാൻ പാപം ചെയ്തു, സ്വർഗമേ അങ്ങയോട് ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാനൊരു നിനക്ക് വിനയമുണ്ടെങ്കിൽ, കീറിപ്പോയ വസ്ത്രത്തിന് പകരം, തകർന്നുപോയ ജീവിതത്തിന് പകരം ഒരു പുതിയ ജീവിതം തരുവാൻ സ്നേഹമുള്ള പിതാവ് കാത്തിരിക്കുകയാണ്. മടങ്ങി വരിക, മടങ്ങി വരിക, യേശു വരാറായി. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ മറ്റൊരു അപ്പോസ്തലിക വീക്ഷണം നമുക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-22 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-22. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ പാസ്റ്ററെ. നമ്മുടെ പൗരത്വമോ, എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അടുത്തത്, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ആരായി വരും? രക്ഷിതാവായി വരും. ഇവിടെ രക്ഷിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ രക്ഷിക്കുന്ന ആ വരവിനെ കുറിച്ചാണ്. രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്തത്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി അയച്ച് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. എന്തിനാണ് കർത്താവ് വരുന്നത്? നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 5 വരവെങ്കിലും വിത്ത് പർപ്പസ്, ഉദ്ദേശത്തോട്, 5 വിധ ഉദ്ദേശത്തോടു കൂടി വരുന്ന ഒരു 5 വരവിനെ കുറിച്ചെങ്കിലും നമുക്ക് വായിക്കാൻ കഴിയും. ഒന്നാമത്തെ വരവ് പാപികളെ രക്ഷിക്കാൻ മനുഷ്യനായി വരും എന്നുള്ള വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ആ പ്രവചനം നമുക്ക് കാണാം. യേശു ബേത്ലഹേമിൽ ജനിക്കും. മീഖ 5:2. യേശു മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരാടിനെ പോലെ യാഗമായി തീരും. യെശയ്യാ 53. ആ യേശു കർത്താവിന്റെ കാൽക്കരങ്ങളെല്ലാം ആണികളാൽ തുളയ്ക്കപ്പെടും. 22-ാം സങ്കീർത്തനം 16. ആ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. 16-ാം സങ്കീർത്തനം. ഇത് യേശുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ, ദൂതന്മാരുടെ ആരാധ്യ പുരുഷനായിരുന്നവൻ, ആ പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി നിത്യപിതാവ് ശിശുവായി, വീരനാം ദൈവം മകനായി, ആധിപത്യം മുഴുവൻ തോളിലുള്ളവൻ ദരിദ്രനായി ഈ ലോകത്തിലേക്ക് വരികയാണ്. 33.5 വർഷം ഇവിടെ ജീവിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയാണ്, ഊമരെ സംസാരിപ്പിക്കുകയാണ്, ചെകിടരെ കേൾപ്പിക്കുകയാണ്, ക്രൂശിൽ മരിക്കുകയാണ്, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകുകയാണ്. തൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനം നിറവേറി. 2-ാമത്തെ വരവ് യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്ന വരവാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തെസ്സലോനിക്കർ 1:16. തന്റെ സഭയ്ക്ക് വേണ്ടി വരുന്ന വരവ്. 3-ാമത്തെ വരവ് ഈ ലോകത്തെ ഭരിക്കാനുള്ള വരവാണ്. ഇതാ സകല കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും. നമ്മുടെ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു.
അവൻ വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 19:1, മത്തായിയുടെ സുവിശേഷം 25. കർത്താവിന്റെ മൂന്നാമത്തെ വരവ്. നാലാമത്തെ വരവ് ന്യായാധിപനായിട്ടുള്ള വരവാണ്. ആ വരവിനെ കുറിച്ചാണ് ആദ്യം പ്രവചിക്കപ്പെട്ട പ്രവചനം. ഹാനോക്കാണ് ആ പ്രവചനം നടത്തിയത്. വെളിപ്പാട് 20:11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. വാക്യം 15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് യേശുവിന്റെ നാലാമത്തെ വരവ്. അഞ്ചാമത്തെ വരവ് പുതിയ യെരൂശലേമുമായിട്ട് ഈ ഭൂമിയിൽ തന്റെ കാന്തയോടൊപ്പം തന്റെ മക്കളോടൊപ്പം താമസിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് വെളിപ്പാട് 21, 22 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഈ 5 വരവുകളും പ്രധാനമാണ്. ഒന്നാമത്തെ വരവ് മുഖാന്തരം നമ്മുടെ പാപം മോചിക്കപ്പെട്ടു, നാം നീതീകരിക്കപ്പെട്ടു, നാം വീണ്ടെടുക്കപ്പെട്ടു, നാം ദൈവമക്കളായി. രണ്ടാമത്തെ വരവിൽ നാം കാന്തയായി കർത്താവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും. മൂന്നാമത്തെ വരവിൽ നാം കർത്താവിനോടൊപ്പം ഭരിപ്പാൻ ഈ ലോകത്തിലേക്ക് വരും. നാലാമത്തെ വരവിൽ നാം കർത്താവിനോടൊപ്പം ജൂറി സംഘത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുവാനിരിക്കും. അഞ്ചാമത്തെ വരവിൽ നാം കർത്താവിനോടൊപ്പം ഈ ഭൂമിയിൽ വസിക്കുവാൻ ഇറങ്ങി വരും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ നമ്മുടെ ചിന്താവിഷയം യേശുവിൻ്റെ വരവിൻ്റെ അപ്പോസ്തലിക വീക്ഷണമാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള വരവിൻ്റെ വീക്ഷണമാണ്. അതിലിവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നാം സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാകണം. അപ്പോഴും നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ അമേരിക്കയിലേക്ക് ഇമിഗ്രൻ്റായിട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ ദാനിയേലിലോട്ട് തന്നെ. കുഴപ്പം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉടനവിടുത്തെ നമ്മളെല്ലാം വിളിച്ചു, പ്രാർത്ഥനയെല്ലാം നടത്തി, അനുഗ്രഹമെല്ലാം മേടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഓടനാവട്ടം അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് അപ്പോഴത്തെ ഒരു കാളവണ്ടി ഓടിക്കുന്ന ഒരാച്ചായൻ, ദാനിയേലൂട്ടി നിനക്ക് കാറുണ്ടായെന്നാണെന്ന് എനിക്കറിയാം, എൻ്റെ വണ്ടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു, അവിടെ നീ പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ചെതുക്ക് വണ്ടിയൊക്കെ കയറി ഇടിക്കുമോ ദാനിയേലൂട്ടി? ഇടിക്കുമോ? ഇടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടിക്കില്ല, കാരണം നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോവുക, അവനെന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ആ എയർപോർട്ടിലോട്ട് അപ്പോൾ ചെന്നപ്പോഴും അവിടെ ഒരു ബംഗാളി നിന്നുകൊണ്ട് പറയാം, പാസ്പോർട്ട് ഇട്, ടിക്കറ്റ് ഇട്, ഒരു മര്യാദയില്ലാതെ. നമ്മളോട് ചോദിക്കുക പാസ്പോർട്ട് എടുക്കാൻ, നീ നിൻ്റെ പണിക്ക് പോടാന്ന് പറയുമോ? ഇല്ല സാറേ, അത് നമ്മൾ കൊടുക്കുക, ഇഷ്ടമുണ്ടായിട്ടില്ല. അതങ്ങോട്ട് കഴിഞ്ഞു. നമ്മൾ ബോർഡിംഗ് പാസിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരി ഇരിക്കുകയാണ്. നമുക്ക് പണ്ടേ ഇഷ്ടമല്ല നല്ലപോലെ തുണി കൊടുക്കാത്തവരെ. ഇപ്പോൾ അവിടെ കസേര കയറി ഇരുന്നിട്ട് തല നനച്ച് നമ്മളോട് പറയാം പെട്ടിയെടുത്ത് കയറ്റി വെക്കാൻ. നേരത്തെ വല്ലതും പറഞ്ഞിരുന്നു പൊട്ടിച്ച് അവിടെ എല്ലാം ഒടിച്ചേരാം. അവിടെ അപ്പൻ്റെ പ്രായമുള്ള ആളിനോട് പറയാം എടുത്തു വെക്കാൻ പെട്ടി. എന്നാ ചെയ്യും? കുനിഞ്ഞെടുത്ത് എടുത്ത് വെച്ചേ വെക്കൂ. അങ്ങനെ നമ്മൾ പ്ലെയിനിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ 2-3 സഹോദരിമാർ ഇങ്ങോട്ട് ഇങ്ങനെ കുതിര പോലെ വന്നിട്ട് സ്വിച്ച് ഓഫ് ബെൽറ്റ്. ഈ പോടിയും നമ്മൾ പറയുമോ? ഉണ്ടാതെ ബെൽറ്റ് ഇടുക. എന്താ കാര്യം? നമ്മൾ വേറെടുത്തോട്ട് പോവുക. മനസ്സിലായോ? മറ്റു പലരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാതിരിക്കുന്നതും മറ്റു പലരും പറയുന്ന പോലെ നമ്മൾ പറയാതിരിക്കുന്നതും കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ മറ്റൊരു പൗരന്മാരാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കവിടെ പോകണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്നിട്ട് പറയുകയാണ്, അവിടുന്ന് എൻ്റെ കർത്താവ് എന്നെ സ്വീകരിക്കാൻ വരുമെന്ന്. എൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. നിങ്ങളൊരു വീട് വെച്ചാൽ
നിങ്ങളൊരു വീട് വെച്ച എൻ്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോവുമോ? ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? വേണേ വന്നോണം, നമ്മൾ ചെല്ലുകയും ചെയ്യും. ഇവിടെ കർത്താവിൻ്റെ വീട്ടിൽ നമ്മളെ കൊണ്ടുപോകുവാൻ അവനവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഒത്തിരി ശവക്കല്ലറകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭൂതം ഉണ്ടായിട്ടല്ല, ഒരു പ്രസംഗത്തിന് വേണ്ടി. ജോൺ എഫ് കെന്നഡിയുടെ കല്ലറ ഞാൻ കണ്ടിട്ടുണ്ട്. ഫറവോന്മാരുടെ പിരമിഡിനകത്ത് ഉള്ള കല്ലറ ഞാൻ കണ്ടിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാതെ ഇരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരെ അടക്കിയ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ മഹാരഥന്മാരുടെ, കവിമാരുടെ, ഉന്നതന്മാരുടെ, ചാൾസ് ഡാർവിൻ്റെ പോലെയൊക്കെ ഉള്ളവരുടെ ഒക്കെ അടക്കിയ ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മിക്കവാറുമുള്ള നമ്മുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്മാരെ അടക്കുകയോ അല്ലെങ്കിൽ അവരുടെ ശവദാഹം നടത്തിയ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ തുറക്കപ്പെട്ട ഒരു കല്ലറ ഞാൻ കണ്ടത് അതെൻ്റെ കർത്താവിൻ്റെ കല്ലറയാണ്. തുറക്കപ്പെട്ട മാത്രമല്ല, ഇനി ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് എൻ്റെ യേശുവല്ലാതെ ആരുമില്ല. എൻ്റെ യേശുവല്ലാതെ ആരുമില്ല. കരമടിച്ച് ഒത്തിരി പേർ തങ്ങളുടെ സൗന്ദര്യം കൊണ്ടും ഒത്തിരി പേർ തങ്ങളുടെ കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും അനുഗാമികളെ വരുത്തിയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയവരാരും ജനകോടികളെ ആകർഷിച്ചവരാണെങ്കിലും തങ്ങളുടെ അനുഗാമികൾക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞില്ല. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു വരാമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി പ്രസംഗിക്കുകയാണോ, ആരാധിക്കുകയാണോ, നിന്ന് സഹിക്കുകയാണോ, പീഡകൾ സഹിക്കുകയാണോ? പേടിക്കണ്ട, ഞാൻ വരും. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരും. എന്താ ഈ രക്ഷ? നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അനുരൂപപ്പെടാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലേ? ജിമ്മിൽ പോകുന്നു, ഭക്ഷണം ക്രമീകരിക്കുന്നു, പിന്നെ ഡോക്ടർമാർ പറയുന്നത് എന്തെല്ലാം കാര്യമാണ് നമ്മൾ ചെയ്യുന്നില്ലേ? എനിക്കൊരു സ്നേഹിതനുണ്ട്. പുള്ളിക്കാരന് കോളേജിൽ പഠിക്കുമ്പോൾ ഈ തലമുടി ചീകിയപ്പോൾ 2-3 തലമുടി ചീപ്പയെ കണ്ടത് ഭാരമായിപ്പോയി. അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ ഒരു വൈദ്യൻ്റെ അടുക്കൽ പോയി സങ്കടം പറഞ്ഞു, തല പൊഴിയുന്നു. അദ്ദേഹം എന്തോ സൗകര്യമാർക്ക് കൊടുക്കുന്ന എന്തോ തൈലോ എന്തോ കൊടുത്തു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഫുൾ കഷണ്ടിയിലാണ്. പറിക്കാൻ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ ശരീരത്തെ എന്തെല്ലാം മേക്കപ്പ് ചെയ്താലും, ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഉണ്ട്. ഈ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളൊക്കെ എപ്പോഴും നല്ല പോലെയൊക്കെ ഇരിക്കുന്ന ചില പ്ലാസ്റ്റിക് സർജറി കൊണ്ടൊക്കെ ഉണ്ടാകും. അതുപോലെ അതിന് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വേറെ വാട്ടവും ചുരുക്കമൊന്നും ഉണ്ടാകില്ല. പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക്കല്ല കേട്ടോ. ഞങ്ങൾക്കറിയാവുന്ന ഒരു അച്ചായനുണ്ട്, ഒരു അമ്മച്ചി. എപ്പോഴും ഈ അച്ചായൻ വലിയ ഗൗരവക്കാരനാണ്. അപ്പം പുള്ളിക്കാരനെയും കൊണ്ട് ഒരിടത്ത് പോകാൻ ഒക്കെയല്ല. പുള്ളി എപ്പോഴും വലിയ ഗൗരവത്തിലാണ്. കല്യാണത്തിന് പോയാലും ഗൗരവത്തിലാണ്, എവിടെ പോയാലും ഗൗരവമാണ്. ഈ അമ്മച്ചി എന്നാൽ ഈ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് പുള്ളിയെ വിധേയനാക്കി. പിന്നെ പുള്ളി കണ്ടാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പുള്ളിക്കറിയത്തില്ല ആ ശവടക്കിന് പോയാലും ചിരിച്ചുകൊണ്ടായിരിക്കുന്ന. അത് പിന്നെ അതിനേക്കാൾ വലിയ കഷ്ടമായിപ്പോയി. അപ്പം മനുഷ്യൻ അവനെ നന്നാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ പോകുന്ന എന്താണ്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരു 10 ദിവസം കൂടെ ജീവിക്കാനാണ്. എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാം, എന്തെല്ലാം സൂക്ഷിച്ചാലും ഈ താഴ്ചയുള്ള ശരീരത്തെ ബ്യൂട്ടീഷ്യനും പോകും, ഡയറ്റീഷ്യനും പോകും, ഡോക്ടറും പോകും, രോഗിയും പോകും. ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയാൻ കഴിവുള്ള ആളാണ് ഞങ്ങളുടെ ജേക്കബ് പാസ്റ്റർ. മണ്ണിനടിയിലായി പോകും, ഇല്ലേ?
ആ മരിക്കുകയും മരിച്ചു കഴിഞ്ഞ് പോകുന്നതെല്ലാം വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുന്നതിന് കുഴപ്പമില്ല. കാരണം സംഭവിക്കേണ്ട കാര്യമാണല്ലോ. എങ്ങനെ നമ്മൾ കിടക്കുന്നത്, അന്നേരം ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. മൂക്കിലോട്ട് തള്ളിക്കയറ്റുന്നത് ആദ്യം പഞ്ഞിയായിരിക്കും, അതോ കാണുന്നത് എന്തെങ്കിലും തുണിക്കഷ്ണമായിരിക്കും. ഇതൊക്കെ കരുതി വെച്ചേക്കണം. ശലം പഞ്ഞിയൊക്കെ ചുമ്മാ കാണുന്നവരെന്തെങ്കിലുമൊക്കെ എന്നിട്ട് താടി പിടിച്ച് എന്താ കെട്ടുന്നത്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണല്ലോ. നമുക്കൊന്നും ചെയ്യാൻ ഒക്കെയല്ല. എടാ കുഞ്ഞെ എനിക്ക് വേദന എടുക്കും, നല്ലപോലെ കെട്ടണമെന്ന് പറയാൻ നോക്കുക. അവർ വലിച്ചം കെട്ടുകയല്ലേ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. കാല് വിരലൊരു കെട്ട്, ആൾ ചാടിപ്പോവാതിരിക്കാൻ. ഈ പാവത്തെ നേരത്തെ കെട്ടിയിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെട്ടേനെ. ഇത് വടിയായി കഴിഞ്ഞ് ഈ കാല് പിടിച്ച് കെട്ടുന്നത് എന്തിനാണ്? അല്ലേ? ഇതൊക്കെ നമുക്ക് ഈ അനുഭവമാണെന്ന് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഈ കുഴിയിലോട്ട് അങ്ങോട്ടും കൊണ്ടുവച്ചിട്ട് അവിടെ പുഴുക്കൾ പലരും ഓർക്കുന്ന ഈ കുഴിയിലാണ് പുഴുക്കളെന്നാണ്. പുഴുക്കൾ നമ്മുടെ വയറ്റിൽ തന്നെ കിടപ്പുണ്ട്. നമ്മളൊന്ന് റെഡിയാകാൻ അവൻ കാത്തിരിക്കുക. അതിന് ഒന്ന് ഓർത്ത് നോക്കിയേ, ആ മൂക്കിൽ കൂടെ ആ പുഴു ഇങ്ങനെ കയറി വരുന്നു. അയ്യോ! അത് മാത്രമല്ല, ഇപ്പോഴേ ഇരുട്ട് പേടിയാ. ആ ശവക്കോട്ട, നമ്മുടെ പല ശവക്കോട്ടയും മിക്കവാറും പലരും ചാവുമ്പം മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു തണുപ്പൊക്കെ കിട്ടും. ഈ കാടൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ആ കിടപ്പൊന്ന് ഓർത്ത് നോക്കിയേ. എൻ്റെ ദൈവമേ, പേടിക്കണ്ട കേട്ടോ. കർത്താവ് പറയുക, ഈ താഴ്ചയുള്ള ശരീരത്തെ ഞാൻ എൻ്റെ ശരീരത്തിന് തുല്യമാക്കാവുന്നു. സ്വത്തം ചെയ്താട്ടെ, സ്വത്തം ചെയ്താട്ടെ. പുഴുക്കൾ തിന്നുന്ന താഴ്ചയുള്ള നിന്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ ശരീരത്തിന് തുല്യമാക്കാം. മരണമില്ലാത്ത എൻ്റെ ശരീരത്തിന് തുല്യമാക്കാം. തേജസ്സുള്ള എൻ്റെ ശരീരത്തിന് തുല്യമാക്കാം. കേടുപാടില്ലാത്ത എൻ്റെ ശരീരത്തിന് തുല്യമാക്കാം. എൻ്റെ ശരീരത്തിന് ഞാൻ തുല്യമാക്കാം. അതിനുവേണ്ടി ഇതാ ഞാൻ വരികയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വരവ് എന്തൊരു ഭയങ്കരമായ വരവായിരിക്കില്ലേ. മരിച്ചവരെല്ലാം ഉയർക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, എത്രയോ പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ, നിങ്ങളുടെ പല പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ജേക്കബ് പാസ്റ്ററിൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ വലിയ ഒരു കൂട്ടുകാരിയായിരുന്നു. കൊച്ചറയിൽ രണ്ടുപേരും മരിച്ചു. നമ്മുടെ പല പ്രിയപ്പെട്ടവർ, അവരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. നമ്മുടെ ശൗമേൽക്കുട്ടി പാസ്റ്റർ, അവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. ഒന്ന് സ്വോത്രം ചെയ്താട്ടെ, ഒന്ന് സ്വോത്രം ചെയ്താട്ടെ. അവരെ നമ്മൾ കാണുന്ന നരതിരകളോടല്ല, രോഗിയായിട്ടല്ല, വൃദ്ധരായിട്ടല്ല, തേജസ്സോടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കർത്താവിന്റെ ശരീരത്തോട് തുല്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അക്കരമടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിനുവേണ്ടിയാണ് കർത്താവ് വരാൻ പോകുന്നത്. ലോകത്തിൽ അനേകർ വന്നു പോകുമെന്നാൽ എൻ്റെ യേശുവിന്റെ വരവിനെല്ലാം ഉദ്ദേശങ്ങളുണ്ട്. എങ്ങനെയാണ് കർത്താവ് തൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരത്തെ ആക്കുന്നതെന്ന് നമ്മളിവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ വായിച്ചില്ലേ, 3:20, 22, 21 വാക്യങ്ങളിൽ. അതെങ്ങനെയാണ് കർത്താവ് താനിങ്ങനെയാണ് പറയുന്നത്: സകലത്തെയും കീഴടക്കാൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. ആ പദം മനസ്സിലായോ? സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. ഒരു കാലം വരെ ഏറ്റവും വലിയ കോസ്മിക് പവർ എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഫോഴ്സ് എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ടാണ് എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ബിഗ് ബാങ് തിയറി തെളിയിക്കാനായിട്ട് അവർ പറയുന്നത് ഗ്രാവിറ്റി ഫോഴ്സിനെ അതിജീവിക്കുന്ന വേറൊരു ശക്തി വന്നിരിക്കുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി ശക്തിയുണ്ട്. രാഷ്ട്രീയ ശക്തിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്, കോസ്മിക് പവറുണ്ട്, പൊളിറ്റിക് പവറുണ്ട്, ജുഡീഷ്യറി അതിൻ്റെ പവറുണ്ട്,
ഒത്തിരി ശക്തിയുണ്ട്. എല്ലാ ശക്തിക്കും എല്ലാത്തെയും കീഴ്പ്പെടുത്താനൊക്കെയല്ല. എന്നാൽ സകലത്തെയും 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 കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ശക്തിയുള്ളവനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. 6000 ഭൂതങ്ങൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ ചോക്ലേറ്റിൽ ഉറുമ്പരിക്കുന്നത് പോലെ അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഗദരദേശത്തിലേക്ക് വന്നു. അവന്റെ നിഴലാട്ടം കണ്ടപ്പോൾ 6000 ഭൂതങ്ങളും ദൈവകുമാരാ ഞങ്ങളെ സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കുന്നുവോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് തന്റെ പാദപീഠത്തിൽ വീണത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു മാന്ത്രിക ശക്തിക്കും എൻ്റെ യേശുവിന്റെ മുൻപിൽ നിൽപ്പാൻ കരുത്തില്ല. കരമടിച്ച് നശിപ്പിക്കുമെന്നും മുടിക്കുമെന്നും ചിതറിച്ചു കളയുമെന്നും തകർക്കുമെന്നും നിന്റെ വേല ഇല്ലാതാക്കുമെന്നും നിന്റെ വേല തകർത്ത് കളയുമെന്നും ഒക്കെ വെല്ലുവിളിക്കുന്ന ദാഗോന്യ ശക്തികൾ, നീ അറിയാത്ത മറവുകളിലും മറവിടങ്ങളിലും നീ അറിയാത്ത മേഖലകളിലെ യാഗങ്ങളും അതിൻ്റെ കർമ്മങ്ങളും ഇടവിടാത്ത ചൊല്ലുകളും നടക്കുന്നുണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, പകൽ പറക്കുന്ന ആശ്രവും രാത്രിയിൽ സഞ്ചരിക്കുന്ന ആ മഹാമാരിയും നിന്റെ അടുക്കൽ വരാതെ വണ്ണം, ഫറവോന്യ ശക്തികൾ നിന്നെ തൊടാതെ വണ്ണം സകലത്തെയും കീഴടക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. തീർന്നില്ല. ആ വ്യാപാര ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ വ്യാപാര ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരിക്കുന്ന ശക്തിയല്ല, ഒരിടത്തിരിക്കുന്ന ശക്തിയല്ല. അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. അത് ഭൂഖണ്ഡങ്ങൾ കടന്നും വ്യാപരിക്കും. നീ ഇവിടെ ആരാധിക്കുമ്പോൾ, നീ ഇവിടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അങ്ങകലെ മൈലുകൾക്കപ്പുറേ കടലുകൾക്കപ്പുറേ തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും പദ്ധതിയിടുന്ന അന്ധകാരത്തിന്റെ പ്രവർത്തനം കണ്ട് അവിടേക്ക് പാഞ്ഞു ചെന്ന് ആ ശക്തിയെ കീഴടക്കുന്ന, സകലത്തെയും കീഴടക്കുന്ന വ്യാപാര ശക്തിയുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പാടുന്നെങ്കിൽ അവന് വേണ്ടി പാടണം, പ്രസംഗിക്കുന്നെങ്കിൽ അവന് വേണ്ടി പ്രസംഗിക്കണം, ജീവിക്കുന്നെങ്കിൽ അവന് വേണ്ടി ജീവിക്കണം. അവൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ആ വ്യാപാര ശക്തി ചെയ്യുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. എൻ്റെ ദൈവമേ, മരണമില്ലാത്തൊരു ശരീരത്തിൻ്റെ ഉടമയായി ഞാൻ തീരുന്നു. നരചരകളില്ലാത്തൊരു ശരീരത്തിൻ്റെ ഉടമയായി ഞാൻ തീരുന്നു. ഒരു രോഗവും ബാധിക്കാത്ത ശരീരത്തിൻ്റെ ഉടമയായി തീരുന്നു. അത് ചെറിയ കാര്യമാണോ? ഈ തെർമോഡൈനാമിക് അല്ലെങ്കിൽ ഊഷ്മഗതി വിജ്ഞാനത്തിൽ 3 തിയറികളാണുള്ളത്. അല്ല, ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് എനർജിയെക്കുറിച്ചാണ്. എനർജി, ഇറ്റ് നെവർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അതിന് സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് ക്രമം കെട്ട ഒന്നിനെ ക്രമപ്പെടുത്താൻ വേറൊരു ക്രമം ചാകുകയാണ്. അത് യേശു പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു പാക്ക് തേങ്ങ, വിത്ത് തേങ്ങ നമ്മൾ വിതയ്ക്കുകയാണ്. ആ തേങ്ങ എന്ത് ചെയ്യുന്നു? ചാകുന്നു. അത് ചാകുക. പക്ഷേ അതിന് പകരമായൊരു തെങ്ങ് ക്രമത്തിൽ വളർന്നു വരിക. അതാ കർത്താവ് പറഞ്ഞ, ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും. അത് വീണ് ചത്തുവെങ്കിലോ, അത് ഈ തിയറിയുടെ സെക്കൻഡ് തിയറിയാണത്. തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് തിയറിയാണത്. അപ്പോൾ ഈ മർത്യമായ ശരീരം, പാഴായ ശരീരം വീഴുകയാണ്, ചാകുകയാണ്, ദ്രവിക്കുകയാണ്. പക്ഷെ എന്തിനാണെന്നറിയാമോ? ക്രമമുള്ളൊരു ശരീരം ഉണ്ടാകാനായിട്ട്. സ്വത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്നത്തെ രോഗത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട.
കരമടിച്ച്. അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ ബാബു പാസ്റ്ററിൻ്റെ യാത്ര. എനിക്കറിയാവുന്ന കാലം മുതൽ അതേ യാത്രയാണ്. അതൊന്നോ രണ്ടോ മൈലൊന്നുമല്ല. തൻ്റെ കാത് തന്നെ കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബസ്സിൽ നിന്നുള്ള യാത്രയിൽ. കാലെല്ലാം പലപ്പോഴും നീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എവിടെയാണെങ്കിൽ നാളെ വേറെ റോഡായിരിക്കും. ഈ താഴ്ചയുള്ള ശരീരത്തെ, ഈ രോഗമുള്ള ശരീരത്തെ, ഈ കേടുള്ള ശരീരത്തെ നല്ല ശരീരമാക്കാൻ നമ്മുടെ കർത്താവ് വരുന്നതുവരെ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നാം അവനെ പ്രസാദിപ്പിക്കണം. കരമടിച്ച് തിന്നാലും കുടിച്ചാലും ജീവിക്കുന്നിടത്തോളം കാലം മരിക്കുന്നത് എനിക്ക് ലാഭമെങ്കിലും ജീവിക്കേണ്ടത് നിങ്ങൾ മുഖാന്തരം എനിക്ക് ആവശ്യം. എനിക്ക് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. എൻ്റെ മരണം ഒരു ഉയർച്ചയ്ക്ക് കാരണമാണ്. എൻ്റെ താഴ്ചയുള്ള ശരീരത്തെ, ആ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിൻ്റെ ശരീരം പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇവിടെ സ്പേസിലേക്ക് പോകണമെങ്കിൽ അതിന് സ്പേസ് സൂട്ട് വേണം, പണം വേണം, വിദ്യാഭ്യാസം വേണം, ഹെൽത്ത് വൈസിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഏതായാലും നാസയിലുള്ള ആരും, നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നിങ്ങളെ ആരെങ്കിലും തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നെ ഒട്ടും തിരഞ്ഞെടുക്കുകയല്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് മുകളിലോട്ട് പൊക്കാൻ അവർ അനുവദിക്കുകയല്ല. അതിന് നമ്മൾ ക്വാളിഫൈഡ് അല്ല. എന്നാൽ എൻ്റെ കർത്താവ് നാം മരിച്ചു പോയാൽ ഉറപ്പിക്കും, ജീവനോടിരുന്ന രൂപാന്തരപ്പെടും. ഈ ഗ്രാവിറ്റി ഫോഴ്സ് കഴിഞ്ഞ് ഈ ആകാശത്തട്ടുകൾ കടന്ന് സെക്കൻഡ് കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുക്കലെത്തും. കരമടിച്ച് രോഗമില്ലാത്ത ശരീരത്തോടെ, മരണമില്ലാത്ത ശരീരത്തോടെ, വേദനയില്ലാത്ത ശരീരത്തോടെ, സ്വർഗീയ ശരീരത്തോടെ. അതിനാണ് കർത്താവ് വരാൻ പോകുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായി ഇറങ്ങി വരും. സകലത്തെയും കീഴടക്കാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ അവന്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അങ്ങനെ കർത്താവിൻ്റെ വരവിൽ ഒരമർത്യമായ ശരീരം ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിക്കേ. ഇവിടെ കസേര പോലും കരമുയർത്തുമെന്ന് എനിക്കറിയാം. ഇനി അടുത്ത് കേൾക്കണം. ഈ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വേർപെടണം. വല്ല കുരുത്തക്കേടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വരവിൽ മുമ്പ് ക്രമീകരിക്കണം, അല്ലേ പോകാം. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അച്ചായനും അമ്മാമ്മയും വളരെ സ്നേഹമാണ്. കാത്തിരിപ്പ് യോഗത്തിൽ അന്യഭാഷയൊക്കെ പറഞ്ഞാണ് പിരിഞ്ഞത്. വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് കഴിച്ചുകൊണ്ടപ്പോൾ ശാലം ചൂടും ഉപ്പുമൊക്കെ കൂടിപ്പോയി. അച്ചായന് എളുപ്പം കോപം വന്നു. അച്ചായന് എന്തോ അടിയെന്ന് ചോദിച്ചു. അതെനിക്കിഷ്ടമാണ്, കഴിക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഫ്ലൈയിങ് സോസർ പോലെ ഈ സാമ്പാറെല്ലാം പറക്കുന്ന സമയത്താണ് യേശു വരുന്നെങ്കിൽ സംഗതി എവിടെ പോകും? എൻ്റെ ദൈവമേ, എന്താ അവരൊന്ന് നിരപ്പായി കഴിഞ്ഞ സമയമാണെങ്കിൽ ഓക്കെ, ആ ടൈമിലാണെങ്കിൽ ഇതൊരു ചെറിയൊരു കാര്യമല്ല. അവൻ കർത്താവിൻ്റെ വചനപ്രകാരം എനിക്ക് യേശുവിൻ്റെ വരവിൽ പോകണം, ഞാൻ അതിനായി ഒന്ന് വിനയപ്പെടാം, ദൈവം എന്നോട് പറയുന്ന ഞാൻ അനുസരിക്കാം. ആ ഒരു വിനയമുള്ളവർ ഒന്ന് കരമുയർത്തിയാട്ടെ, കരമുയർത്തി പിടിച്ചാട്ടെ, കരമുയർത്തി പിടിച്ചാട്ടെ. അകലെ കേൾക്കുന്നവരും ആ ഉയർത്തിപ്പിടിച്ച കരമായിട്ട് ഒന്ന് എഴുന്നേക്കാമോ പ്ലീസ്? ഈ മൈക്കിൻ്റെ പരിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഞങ്ങൾ പറയുകയായിരുന്നു. ആ വരവിന് വേണ്ടി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം, വീട്ടിലിരുന്ന് സമർപ്പിക്കാം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കുറിവുകളെല്ലാം ഒന്ന് ഓർത്താട്ടെ. ഏതെങ്കിലും വിലക്കപ്പെട്ട കനി അറിവില്ലായ്മയിൽ സാത്താന്റെ തന്ത്രങ്ങളിൽ കഴിച്ചു പോയിട്ടുണ്ടോ? വസ്ത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കറ പറ്റിയിട്ടുണ്ടോ? കളങ്കം പറ്റിയിട്ടുണ്ടോ? ഒന്ന് കരഞ്ഞാട്ടെ. എൻ്റെ കർത്താവേ, ഞാൻ ക്രമീകരിക്കാം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞാൻ കഴുകാം.
എൻ്റെ പാപം ക്ഷമിക്കണമേ. അപ്പാ, ഞാൻ നിന്നോട് പാപം ചെയ്തു, ഞാനിതാ വരുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, ഉറക്കെ പറഞ്ഞാട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ വരവടുത്തു എന്ന് ഞങ്ങൾക്കറിയാം. അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഭയപ്പെടുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ കറകളും കളങ്കങ്ങളും ഞങ്ങളെ കഴുകി ഞങ്ങളെ വെടിപ്പാക്കണമേ.